കാത്തിരിപ്പിനൊടുവിൽ മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ രണ്ടാം ഭാഗമായി എത്തിയ എമ്പുരാന് വൻ വരവേൽപ്പ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ എമ്പുരാന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുകയാണ്. മലയാളത്തിന്റെ KGF ആണ് എമ്പുരാൻ എന്നാണ് ആരാധകർ ഒരുപോലെ പറയുന്നത്. ലൂസിഫർ ബാക്കി വെച്ച നിരവധിയേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് എമ്പുരാൻ നൽകുന്നത്. കേരള രാഷ്ട്രീയത്തിലെ കുതികാൽ വെട്ടലുകളും അധികാര കസേരയ്ക്കുള്ള പിടിവലികളും രാഷ്ട്രീയത്തിന്റെ മറവിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഡ്രഗ്സ് മാഫിയയുടെയും എല്ലാം അണിയറ കഥകളാണ് ലൂസിഫർ പറഞ്ഞതെങ്കിൽ എമ്പുരാൻ പറയുന്നത് ലോകമെമ്പാടും വേരുകളുള്ള ഖുറേഷി എബ്രാം എന്ന വൻ മരത്തെക്കുറിച്ചാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഈ ഖുറേഷി എബ്രഹാം? സ്റ്റീഫൻ നെടുമ്പള്ളിയായി എങ്ങനെയാണ് ഖുറേഷി എബ്രാമായി മാറിയത്? ഖുറേഷി എബ്രാമിന്റെ വിശ്വസ്തനായ സയ്യിദ് മസൂദിന്റെ കഥ എന്താണ്? സ്റ്റീഫൻ നാടുവിടുമ്പോൾ സ്റ്റീഫന്റെ ദൈവത്തിന്റെ സ്വന്തം നാടിന് എന്ത് സംഭവിക്കും? അധികാര കസേര ജദിന്റെ കൈകളിലും അഴിമതിയുടെ കറപുരളുമോ? ഇത്തവണ ആരാകും ഖുറേഷി എബ്രാമിന്റെ എതിരാളി? കാലം ഖുറേഷി എബ്രാമിനായി കാത്തുവെച്ച പുതിയ പോർക്കലം എവിടെയാണ്? ഇങ്ങനെ ആരാധകരുടെ 100,000 ചോദ്യങ്ങൾക്കാണ് എമ്പുരാൻ ഉത്തരം നൽകിയിരിക്കുന്നത്. അത്യാവേശത്തിൽ എമ്പുരാന്റെ ആദ്യ ഷോ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് രാവിലെ 6 മണിക്കാണ് ആദ്യ ഷോ ആരംഭിച്ചത്. ഇങ്ങനെയൊരു സ്വീകരണം മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ മറ്റൊരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് എത്തിയിരുന്നു. കൊച്ചിയിലെ കവിതാ തിയേറ്ററിലാണ് മോഹൻലാലും പൃഥ്വിരാജും ടൊവിനോ തോമസും മഞ്ജു വാര്യരും ഇന്ദ്രജിത്തും ആദ്യ ഷോ കാണാനായി എത്തിയത്. ചിത്രത്തിന്റെ തീയമായ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞാണ് അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ തിയേറ്ററിലെത്തിയത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാള സിനിമയുടെ റിലീസിന് പ്രത്യേക സുരക്ഷയുൾപ്പെടെ ഒരുക്കി കേരള പോലീസും മുൻകരുതൽ എടുക്കുകയുണ്ടായി. തിക്കും തിരക്കും മൂലമുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി വളരെ കരുതലോടെ തന്നെയാണ് റിലീസിംഗ് ദിനത്തെ കേരള പോലീസ് സമീപിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക തിയേറ്ററുകളിലും എമ്പുരാൻ തന്നെയാണ് ആദ്യ ഷോയായി ചാർട്ട് ചെയ്തിരിക്കുന്നത്. എമ്പുരാൻ റിലീസിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി മുതൽ തന്നെ പല തിയേറ്ററുകളിലും ആരാധകരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെ 6 മണിവരെ പലയിടത്തും ആഘോഷങ്ങൾ തുടരുകയും ചെയ്തു. പല സ്ക്രീനുകളിലും ഒരു ദിവസം മാത്രം ഒട്ടേറെ ഷോകളാണ് എമ്പുരാന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതേസമയം സ്റ്റീഫൻ നെടുമ്പള്ളിയെ ലൂസിഫർ എന്ന ബിബ്ലിക്കൽ പേരിലേക്ക് കണക്ട് ചെയ്തതുപോലെ എമ്പുരാനിലേക്ക് ഖുറേഷി എബ്രഹാമിനെ മുരളി ഗോപിയും പൃഥ്വിരാജും കണക്ട് ചെയ്തിരിക്കുന്നത് സൂപ്പർ ആണെന്നാണ് ആദ്യ ഷോ കഴിയുമ്പോൾ തിയേറ്ററുകളിൽ നിന്നുള്ള ആവേശ സന്ദേശം. ഒറ്റ വാക്കിൽ ഗംഭീരമെന്നാണ് ആരാധകരെല്ലാവരും ഒരുപോലെ പറയുന്നത്. മോഹൻലാലിന്റെ മാസ് എൻട്രിയും മുരളി ഗോപിയുടെ കിടിലൻ ഡയലോഗുകളും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും വമ്പൻ ട്വിസ്റ്റോടുകൂടി ആദ്യ പകുതി പൂർത്തിയായപ്പോൾ മുതൽ അക്ഷമയോടെ കാത്തിരുന്ന പ്രേക്ഷകർ ഹൃദയങ്ങളിൽ എമ്പുരാനെ കുടിയിരുത്തിയാണ് തിയേറ്ററുകൾ വിട്ടിരിക്കുന്നത്. ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികൾ അത്യധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം പ്രേക്ഷക സ്വീകാര്യതയിലും ആഗോള കളക്ഷനിലും ചരിത്രം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. അഡ്വാൻസ് ബുക്കിംഗിലൂടെ ആദ്യ ദിനം തന്നെ എമ്പുരാൻ 50 കോടി ക്ലബിലെത്തിയിരുന്നു. ഇതാദ്യമായിട്ടാണ് ഒരു മലയാള ചിത്രം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. കൂടാതെ കേരളത്തിൽ മാത്രം 750 സ്ക്രീനുകളിലാണ് എമ്പുരാൻ പ്രദർശിപ്പിക്കുന്നത്. അതേസമയം ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഹോളിവുഡ് പടമാണെന്നാണ് കരുതിയത്. എന്നാൽ ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. പൃഥ്വിരാജ് നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ ഇങ്ങനെ ഇനിയൊരു മേക്കിംഗ് വരില്ല. ഇത് 1000 കോടിയൊക്കെ അടിച്ചു കയറുമെന്നാണ് ഒരു പ്രേക്ഷകൻ സിനിമ കണ്ടതിനു ശേഷം പറയുന്നത്. മലയാളത്തിന്റെ KGF അതാണ് എമ്പുരാൻ. സമീപകാലത്ത് ലാൽ സാറിന്റെ പല ഹൈപ്പ് സിനിമകളും വന്നിട്ടുണ്ട്. അതൊക്കെ നിരാശയായിരുന്നു. പക്ഷേ എമ്പുരാൻ നമ്മൾ പ്രതീക്ഷിച്ചതിലും വലുതാണ് സമ്മാനിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ വേറെ ലെവൽ മേക്കിംഗ് ആണ്. മുരളി ഗോപിയുടെ തിരക്കഥ ഡയലോഗ് എല്ലാം വൻ പൊളി എന്നാണ് മറ്റൊരു പ്രേക്ഷകന്റെ അഭിപ്രായം. സൂപ്പർ വില്ലൻ ആ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഹോളിവുഡ് ലെവൽ അസാധ്യ മേക്കിംഗ് തന്നെയാണ്. ടിക്കറ്റ് എടുത്തോ ഒന്നും നോക്കണ്ട, ലാലേട്ടന്റെ തിരിച്ചുവരവാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓക്കെ ആയിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് ഫയർ ആണ്. കിഡ് ഫൈറ്റ് ഒക്കെ ഉണ്ടെന്നും രോമാഞ്ചിഫിക്കേഷൻ മൊമെന്റ്സ് എന്നും ആദ്യ ഷോ കണ്ടവർ പറയുന്നു. എന്തായാലും ആരാധകർ പറയുന്നത് പോലെ ചിത്രം 1000 കോടി കടക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം.